Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ചെറുകുന്ന് പഴങ്ങോട് മത്സ്യം പിടിക്കാൻ പോയ വയോധിക മുങ്ങി മരിച്ചു. ചെറുകുന്ന് പഴങ്ങോട് കല്ലക്കുടിയൻ കാർത്തിയായനിയാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ചെറുകുന്ന് പഴങ്ങോട് മത്സ്യം പിടിക്കാൻ പോയ വയോധിക മുങ്ങി മരിച്ചു. ചെറുകുന്ന് പഴങ്ങോട്ടെ കല്ലക്കുടിയൻ കാർത്തിയായനിയാണ് മരണപ്പെട്ടത്. 76 വയസ്സായിരുന്നു. പഴങ്ങോട് കൈപ്പാട് പ്രദേശത്ത് നിന്ന് ശനിയാഴ്ച ഉച്ചയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കാർത്തിയായനി മറ്റൊരു സ്ത്രീയോടൊപ്പം ശനിയാഴ്ച രാവിലെയാണ് മത്സ്യം പിടിക്കാൻ ചെറുകുന്ന് പഴങ്ങോട് എത്തിയത്. പഴങ്ങോട് കാവിൽമുനമ്പ് പുഴയുടെ സമീപത്ത് കൈപ്പാട് പ്രദേശത്ത് നിന്ന് വെള്ളത്തിലിറങ്ങി ചെമ്മീൻ പിടിക്കുന്നതിനിടെ മുങ്ങിപ്പോയതാണ് എന്നാണ് പ്രാഥമിക നിഗമനം. ഇവരെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കണ്ണപുരം പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മുസ്ലിം ലീഗ് ഭരണത്തിലെത്താൻ ആക്രാന്തം കാണിക്കുന്നുവെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ. 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലെത്തുമെന്നും P. ജയരാജൻ. പഴയങ്ങാടി ഏഴോത്ത് OV നാരായണൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSSന്റെ നേതൃത്വത്തിൽ ഹിന്ദു വർഗീയത ഉയർത്തിക്കാട്ടുമ്പോൾ മറുവശത്ത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം വർഗീയതയാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അധികാരത്തിലെത്താൻ മുസ്ലിം ലീഗ് ആക്രാന്തം കാണിക്കുകയാണ്. കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വീണ്ടും ഇടതുപക്ഷത്തെ അധികാരത്തിലെത്തിക്കുമെന്നും P. ജയരാജൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള പ്രചരണമാണ് ഈ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആശയ സ്വാധീനത്തെ ലീഗ് എതിർക്കുന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് നഷ്ടപ്പെട്ട അധികാരം എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം, അതിനുവേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദത്തെ ശക്തമായി തുറന്നു കാണിക്കാൻ വേണ്ടി CPM-ഉം ഇടതുപക്ഷവും തയ്യാറായിട്ടുണ്ട്. RSS ഹിന്ദുത്വ രാഷ്ട്രമാണെങ്കിൽ ഇപ്പുറത്ത് ഇസ്ലാമിക രാഷ്ട്രമാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നത്. അവർക്ക് മുസ്ലിം സമൂഹത്തിൽ വലിയ സ്വാധീനമൊന്നുമില്ല, പക്ഷേ ആശയപരമായിട്ടുള്ള സ്വാധീനം, അതിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി അധികാരത്തിലെത്താനുള്ള വെപ്രാളത്തിൽ, അതിൻ്റെ അല്ലെങ്കിൽ ആക്രാന്തമായിട്ടുള്ള നിലപാട് ആരെടുക്കുന്നു? ലീഗ് എടുക്കുന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായിരുന്ന ഏഴോത്തെ OV നാരായണന്റെ അനുസ്മരണ പരിപാടി P. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. TV രാജേഷ്, M. വിജിൻ, V. ഗോവിന്ദൻ, K. പത്മനാഭൻ, PP. ദാമോദരൻ, V. വിനോദ്, KN. ഗീത തുടങ്ങിയവർ സംബന്ധിച്ചു. നെരുവമ്പ്രം കേന്ദ്രീകരിച്ച് ബഹുജന പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. UDFന്റെ നേതൃത്വത്തിൽ കുഞ്ഞിമംഗലം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വെട്ടിപ്പൊളിച്ചിട്ട റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക, രൂക്ഷമായ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. റോഡുകളൊക്കെ വെട്ടിപ്പൊളിച്ച് അധികാരികളെ കണ്ണു തുറക്കൂ. UDFന്റെ നേതൃത്വത്തിൽ കുഞ്ഞിമംഗലം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പഞ്ചായത്തിലെ വെട്ടിപ്പൊളിച്ചിട്ട റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക, രൂക്ഷമായ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. UDF കൺവീനർ VV പ്രകാശൻ മാസ്റ്റർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 9 റോഡുകൾ, വിവിധ വാർഡുകളിലായി 9 റോഡുകൾ കോൺട്രാക്ടറുമായുള്ള
വെട്ടിപ്പൊളിക്കുകയും അവിടെ വലിയ കളിച്ച കരിങ്കൽപ്പാടുകൾ നിരത്തുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലൂടെയുള്ള യാത്ര വല്ലാത്ത രീതിയിലേക്ക് ദുസ്സഹമായി കൊണ്ടിരിക്കുന്നു. നേരത്തെ വേണുമാർ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾക്ക് അതിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, സൈക്കിൾ പോകാൻ കഴിയുന്നില്ല, മോട്ടോർ സൈക്കിൾ പോകാൻ കഴിയുന്നില്ല. രോഗികൾക്ക് വാഹനങ്ങൾ പോകുന്നത് വലിയ ദുസ്വപ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. UDF ചെയർമാൻ CH ഹഫീൽ അധ്യക്ഷത വഹിച്ചു. VT ശിവജി, K വിജയൻ, തയ്യിൽ താജുദ്ദീൻ, TV വേണുഗോപാലൻ, സുജിത സതീഷ് കുമാർ, ഇടമന വിജയൻ, തയ്യിൽ സൈബുന്നിസ, MKP മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. KV സതീഷ് കുമാർ, അഷ്റഫ് കോവപ്പുറം, T പ്രഭാകരൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പഴയങ്ങാടി മുട്ടത്ത് മിനി ട്രക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടം. ശനിയാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത്. മിനി ട്രക്ക് ഗുഡ്സ് ഓട്ടോറിക്ഷയിലിടിച്ച ശേഷം മറിയുകയായിരുന്നു. ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ് അപകടം നടന്നത്. പഴയങ്ങാടി വെങ്ങര ഭാഗത്തുനിന്ന് മുട്ടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ട്രക്ക് അപകടത്തിൽപ്പെടുകയായിരുന്നു. വെങ്ങര റെയിൽവേ മേൽപ്പാല പ്രവൃത്തി നടക്കുന്ന പ്രദേശത്തു നിന്നും 100 മീറ്റർ അകലെയാണ് അപകടം നടന്നത്. നിയന്ത്രണം വിട്ട പിക്കപ്പ് റോഡരികിൽ കടയുടെ മുന്നിൽ നിർത്തിയിട്ട ഗുഡ്സ് ഓട്ടോയിൽ ഇടിച്ച ശേഷം മറിയുകയായിരുന്നു. കടയുടെ മുൻവശത്ത് ആളുകളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. പിക്കപ്പ് വാനിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ അമ്മയും കുഞ്ഞും ആശുപത്രി കെട്ടിടത്തിന്റെ പോളികാർബണേറ്റ് ഗ്ലാസ് ഷീറ്റ് തകർന്നു വീണു. പകൽ സമയത്തുണ്ടായ സംഭവത്തിൽ ദുരന്തം വഴിമാറിയത് തലനാരിഴയ്ക്ക്. ശനിയാഴ്ച രാവിലെയോടെയാണ് ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ഏതാനും വർഷം മുമ്പ് പ്രവർത്തനം തുടങ്ങിയ അമ്മയും കുഞ്ഞും ആശുപത്രി കെട്ടിടത്തിന്റെ പോളികാർബണേറ്റ് ഗ്ലാസ് ഷീറ്റ് തകർന്നു വീണത്. സംഭവ സമയം ആശുപത്രി പരിസരത്ത് ആളുകളില്ലാതിരുന്നതിനാൽ തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. സാധാരണ ആശുപത്രിക്ക് മുന്നിൽ രോഗികളും മറ്റും ഉണ്ടാകാറുണ്ടെങ്കിലും ഗ്ലാസ് തകർന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. കെട്ടിടത്തിന് മുന്നിലായാണ് പോളികാർബണേറ്റ് ഗ്ലാസ് ഷീറ്റ് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഫ്രെയിം അടക്കമാണ് തകർന്നു വീണത്. ആശുപത്രി അധികൃതർ ബന്ധപ്പെട്ടവരെ വിവരമറിയിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. മലബാറിന്റെ കലാരംഗത്ത് നിറങ്ങളുടെ ആഘോഷം പകരുന്ന പർപ്പിൾ കൗവിന്റെ 5ാമത് ചിത്ര പ്രദർശനം വലിയ ജനപിന്തുണയോടെ മുന്നേറുന്നു. മെയ് 3-ന് ചിത്ര പ്രദർശനം സമാപിക്കും. ഈ ഒരു ചിത്ര പ്രദർശനത്തിന് ഇത്രയും ദിവസമായി അല്ലേ ഇവിടെ നടക്കുന്നത്? എത്രത്തോളം ജനപിന്തുണ നേടിയിട്ടുണ്ട്? പയ്യന്നൂരിൻ്റെ ഒരു സാംസ്കാരിക പിന്തുണ വളരെ നല്ല രീതിയിൽ ഈ പ്രദർശനത്തിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളും ധാരാളം കലാസ്നേഹികൾ ഈ പ്രദർശനം കാണാനും നല്ല സംതൃപ്തി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇന്നും നാളെയും കൂടി ഈ പ്രദർശനം തുടരുന്നു. ഈ ഒരു മലബാറിലെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയാണ് അല്ലെ പർപ്പിൾ കൗ എന്നത്. ഈ ഒരു പർപ്പിൾ കൗ എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? പർപ്പിൾ കൗ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്. ഒരു ശ്രദ്ധിക്കപ്പെടുക എന്ന രീതിയിലാണ്. സാധാരണ നമ്മൾ പശുക്കളെ കാണുമ്പോൾ ശ്രദ്ധിക്കാത്തതുപോലെ ഒരു പ്രത്യേക നിറങ്ങളിലൊരു പശു, അതുപോലെ ഒരുപാട് ചിത്രകാരന്മാരുടെ കൂട്ടായ്മകളുണ്ട് നാട്ടിൽ. അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഏകദേശം ഒരു 45ഓളം ആൾക്കാർ ഇതിൻ്റെ ഭാഗമായി ഒന്നിച്ചു കൂടുന്നുണ്ട്. എല്ലാ മാസങ്ങളിലും ഞങ്ങൾ പരിപാടികൾ ഈ കലാകാരന്മാരുടെ കൂടിച്ചേരലും ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുന്നു. 100 ദിവസത്തിൽ ഒരു പ്രദർശനം എന്ന രീതിയിലാണ് ഞങ്ങൾ പ്രദർശനം നടത്തി വരുന്നത്. കഴിഞ്ഞ 3 മാസം മുമ്പേ തിരുവനന്തപുരത്തായിരുന്നു അവസാനമായി പ്രദർശിപ്പിച്ചത്. ഇനി 100 ദിവസം കഴിയുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പ്രദർശനം. ഒരു ഇടനിലക്കാരനെ വെച്ചുള്ള വിൽപ്പന എന്നതിലുപരി ഇവിടെ നേരിട്ട് ചിത്രകാരന്മാർ തന്നെ സ്വന്തം ചിത്രം വിൽക്കുന്ന ഒരു രീതിയാണല്ലേ ഇവിടെ ഉള്ളത്? തീർച്ചയായും. സാധാരണ പ്രദർശനം മാത്രമാണ് പൊതുവെ എല്ലാവരും കലാകാരന്മാർ ചെയ്യുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ 5 പ്രദർശനത്തോടൊപ്പം നല്ല രീതിയിൽ ചിത്രങ്ങൾ വിൽപ്പന ചെയ്യാനും, അത് ഇടനിലക്കാരൻ സൂചിപ്പിച്ചതുപോലെ ഇടനിലക്കാരാണ് നേരിട്ട് ചിത്രകാരന്മാർ നേരിട്ട് സംസാരിച്ച് ചിത്രങ്ങൾ വാങ്ങാൻ പറ്റും. അതുപോലെ ഈ കലാസ്നേഹികൾക്ക് അവർക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ വരച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പർപ്പിൾ കൗ എന്നില്ലേ ഒരു കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയാണ്. നമ്മുടെ റോട്ടറി പയ്യന്നൂർ എലൈറ്റാണ് ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്നത്. അവർക്കൊരു കൈത്താങ്ങ് നൽകുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. അതിമനോഹരമായ പെയിന്റിങ്ങുകൾ ഇവിടെ എത്തുന്നവർക്ക് കാണാൻ സാധിക്കും. ഓരോരോ അർത്ഥതലങ്ങളുള്ള ആഴത്തിലുള്ള അർത്ഥങ്ങളുള്ള ഒരുപാട് ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശനത്തിനായി വെച്ചിരിക്കുന്നത്. വിൽപ്പനയ്ക്കായിട്ടുമാണ് വെച്ചിരിക്കുന്നത്. ക്യാമറമാൻ പവിത്രൻ കണ്ണൂത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.
ചിത്രങ്ങളുടെ ലോകത്ത് മൈലാഞ്ചിയുടെ മായാജാലം വിരിയിച്ച് മെഹന്തി മത്സരം. മലബാറിലെ ചിത്രകാര കൂട്ടായ്മയായ പർപ്പിൾ കൗവിന്റെ 5ാമത് ചിത്ര പ്രദർശനത്തിന്റെ ഭാഗമായാണ് മെഹന്തി മത്സരം സംഘടിപ്പിച്ചത്. മലബാറിലെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ പർപ്പിൾ കൗ സംഘടിപ്പിക്കുന്ന 5ാമത് ചിത്ര പ്രദർശനത്തിന്റെ ഭാഗമായുള്ള മെഹന്തിയിടൽ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഇവിടെ എത്തിയപ്പോൾ മുതൽ ശ്രദ്ധിക്കുകയാണ്, കുട്ടികളൊക്കെ അത്രയും ആവേശത്തിലാണ്. ഓരോ മത്സരാർത്ഥികളും അത്രയും ആവേശഭരിതരായി തന്നെയാണ് മുന്നേറുന്നത്. ഒരു മത്സരം എന്നതിനേക്കാൾ ഉപരി അവരുടെ ആ ഒരു ആർട്ട്, അത് അവരുടെ കഴിവ് പുറത്തു കൊണ്ടുവരികയാണ്. 1 മണിക്കൂറാണ് കുട്ടികൾക്ക് സമയം നൽകിയിരിക്കുന്നത്. ഈ 1 മണിക്കൂറിനുള്ളിൽ അവർ അത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കുക, പുതിയ പുതിയ ഡിസൈൻസ്, വെറൈറ്റി ഡിസൈൻസ്. ഇവർക്ക് പ്രത്യേകിച്ച് ഒരു തീമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നൽകിയിട്ടില്ല. അവരുടെ ആശയങ്ങൾ, മൈൻഡിൽ നിന്ന് വരുന്ന ആശയങ്ങളാണ് അവർ മറ്റുള്ളവരുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. അത്രയും മനോഹരമായി തന്നെ കുട്ടികൾ ഇവിടുന്ന് മത്സരിക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഒരു 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ആ 5 മിനിറ്റിൽ ലാസ്റ്റ് ഫിനിഷിങ്ങിനുള്ള ടൈമാണ്. അത്രയും ഫിനിഷിങ്ങിൽ അത്രയും മനോഹരമായി ചിത്രങ്ങൾ വരയ്ക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ആണ് മെഹന്തി ആർട്ടിസ്റ്റാണ്. ആ ഒരു ആർട്ട് അവർ പുറത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മലബാറിന്റെ കലാരംഗത്ത് വീണ്ടും നിറങ്ങളുടെയും സൃഷ്ടികളുടെയും പച്ചപ്പാണ് പടരുന്നത്. ചിത്രകലയുടെ മനോഹാരിതയിലേക്ക് കാണികളെ ആകർഷിച്ച് പർപ്പിൾ കൗ എന്ന ചിത്രകാര കൂട്ടായ്മയുടെ 5ാമത് ചിത്ര പ്രദർശനം പയ്യന്നൂരിലെ ഗാന്ധി പാർക്കിലുള്ള കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പുരോഗമിക്കുകയാണ്. പ്രകൃതിയുടെ ഭംഗി മുതൽ ആധുനിക ജീവിതത്തിന്റെ സങ്കീർണത വരെ വിവിധ വിഷയങ്ങൾ ക്യാൻവാസുകളിൽ പകർത്തിയിരിക്കുന്നു. ഈ കലാപ്രദർശനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മെഹന്തി മത്സരമാണ് പ്രത്യേക ആകർഷണമായത്. നിരവധി പേർ പങ്കെടുത്ത ഈ മത്സരത്തിൽ കൈകളിൽ വിരിഞ്ഞത് സുന്ദരമായ രൂപകൽപ്പനകളായിരുന്നു. സൂക്ഷ്മതയും സൃഷ്ടിയും ഒരുമിച്ച് ചേർന്ന ഈ മെഹന്തി കലാരൂപങ്ങൾ നോക്കി നിന്നവരെ പോലും വിസ്മയിപ്പിക്കുന്ന ഒന്നായിരുന്നു. പരമ്പരാഗത രൂപങ്ങൾക്കും പുതുമയാർന്ന ഡിസൈനുകൾക്കും തമ്മിലുള്ള മനോഹര സംഗമമായിരുന്നു ഈ മത്സരം. അപ്പോൾ എന്തായാലും മെഹന്തിയൊക്കെ ഇട്ട് എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. മത്സരവിധിക്കായി കാത്തിരിക്കുകയാണ്. കേവലം 1ാം സ്ഥാനവും 2ാം സ്ഥാനവും 3ാം സ്ഥാനവും എന്നല്ല, ഇവരുടെ കഴിവാണ് ഇവിടെ കാണുന്നത്. ക്യാമറമാൻ പവിത്രൻ കണ്ടൂത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. ചുട്ടുപൊള്ളുന്ന വേനലിൽ ദാഹിച്ചു വലയുന്ന വഴിയാത്രക്കാർക്ക് ആശ്വാസമേകി 2 വീട്ടമ്മമാർ. പയ്യന്നൂർ കേളോത്ത് റോഡരികിൽ താൽക്കാലിക സ്റ്റാൾ ഒരുക്കി കുടിവെള്ളവും ശീതളപാനീയങ്ങളും വിതരണം ചെയ്താണിവർ മാതൃകയാകുന്നത്. കഠിനമായ ചൂടിൽ ദാഹമകറ്റാൻ വീട്ടമ്മമാരായ രഹനയും ജുമാനയും ചേർന്ന് ഒരു ചെറിയ സംരംഭം പയ്യന്നൂർ റെയിൽവേ ഫ്ലൈഓവറിന് സമീപം തുടങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ ജ്യൂസ് സെന്റർ. പക്ഷേ അത് വിചാരിച്ചതിനേക്കാൾ വമ്പൻ ഹിറ്റാണിവിടെ. ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ചൂടിൽ ഉരുകുന്ന നാടിന് ആശ്വാസമാവുകയാണ് രഹനയുടെയും ജുമാനയുടെയും ശീതളപാനീയ കട. വാഹനങ്ങളിൽ പോകുന്നവർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ഈ സ്റ്റാൾ താങ്ങാവുന്നു. ദാഹിച്ചു വരുന്നവർക്ക് ഉന്മേഷം പകരുന്ന ശീതളപാനീയമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവരുടെ പ്രവർത്തനത്തിന് നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണയുണ്ട്. യാത്രക്കിടയിലെ കഠിനമായ വെയിലിൽ നിന്ന് ഈ ചെറിയ സ്റ്റാൾ യാത്രക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. ഇപ്പോഴത്തെ ചൂട് കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു തോട്ട് വരാൻ കാരണം. അതായത് ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്ന ടൈം നമുക്ക് ഇങ്ങനെ തോന്നി വഴിയാത്രക്കാർക്കെല്ലാം ഒരു ആശ്വാസമാവും ഇതെന്ന് ചിന്തിച്ച്. പിന്നെ എന്നാൽ നമ്മൾ ഒരു ഷോപ്പിൽ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ടൈം എടുക്കും നമുക്ക് ഇതാക്കിയിട്ട് വരണമെങ്കിലുള്ള ടൈം. അതുപോലെ അത് പോയിട്ട് വാങ്ങൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ ഇത് നല്ല ഒരു ഓപ്ഷനാണ്. നമ്മൾ ബോട്ടിലാക്കി കൊടുക്കുന്നതല്ലേ, അപ്പോൾ അവർക്കൊരു പെട്ടെന്ന് വണ്ടിയിലേക്ക് എടുത്ത് കൊണ്ടുപോകാനായാലും എല്ലാത്തിനും നല്ലൊരു ഓപ്ഷനായിട്ടാണ് തോന്നിയത്.
അതുകൊണ്ട് ഇറങ്ങി നോക്കാമെന്ന് കരുതി. അപ്പം എത്ര ദിവസമായി? നമ്മളിപ്പോൾ ഒരാഴ്ച ആയിട്ടില്ല, കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങിയതാ. നല്ല സപ്പോർട്ടാണ് പയ്യന്നൂരുകാർ. നല്ല, അതായത് അത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. പക്ഷെ നല്ല സപ്പോർട്ടാണ്. ഇനി ബസ്സുകാരായിക്കോട്ടെ, അവരായാലും ഈ ഒരു ട്രാഫിക്കിൻ്റെ സമയത്തായാലും അവർ കുറച്ച് ഒതുക്കിയിട്ടെല്ലാം വാങ്ങിയിട്ട് പോകും. 2-2.5 മണിക്കൂർ കൊണ്ട് കഴിയാം. പെട്ടെന്ന് തീരും. ഇപ്പോഴത്തെ ചൂട് കാരണം തന്നെയാണ് നമുക്കിതിങ്ങനെ ആവാൻ പറ്റിയത്. അത്ര ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടായി ഉള്ളത്. അപ്പം ജനങ്ങൾക്കൊരു ആശ്വാസവും അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. അപ്പോൾ നിങ്ങളിത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു സംരംഭം കൊണ്ട് നടക്കുന്നത് അല്ലേ? അല്ല, ഇതിനു മുന്നേ നമ്മൾ ബൺമസ്ക് ട്രെൻഡായിട്ട് ഓടിയ സമയത്ത് നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു പടന്നയിൽ. അപ്പം ആ ഒരു ബേസിലാണ് അതൊരു പ്രചോദനം. ആ ഒരു നാട്ടുകാർ നല്ല സപ്പോർട്ടാണ് നമുക്ക് ചെയ്തു തന്നെ. അപ്പോൾ ആ ഒരു ഇതിലാണ് ഇതിലേക്ക് എത്തിയത്. അപ്പോൾ ഫുഡ് സേഫ്റ്റീൻ്റെ അംഗീകാരത്തോടെയാണോ നിങ്ങൾ ചെയ്യാറ്? എല്ലാ സർട്ടിഫിക്കറ്റും, ഫുഡിൻ്റെ ആയാലും FSSC സർട്ടിഫിക്കറ്റ് ആയാലും വാട്ടർ ടെസ്റ്റ് ആയാലും എല്ലാം ചെയ്തിട്ട് തന്നെയാണ് വന്നത്. അത് നമുക്ക് പിന്നെ ബൺമസ്ക് ചെയ്ത സമയത്തെ നമുക്കത് വേണമെന്നുള്ളത് അറിയായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം തന്നെ നമ്മൾ ഹെൽത്ത് ഇതായാലും എല്ലാം എടുത്തിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ ഇന്നിപ്പം ഇതിലെന്തൊക്കെയാണ് ഉള്ളത്? ജ്യൂസ് മാംഗോ ഷെയ്ക്ക് ഉണ്ട്, പിന്നെ ക്യാരറ്റ് ഷെയ്ക്ക്, പിന്നെ ഗ്രേപ്പ് ജ്യൂസും, പിന്നെ പച്ചമാങ്ങര കുലുക്കി, പൈനാപ്പിൾ കുലുക്കി, ഇതൊക്കെ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് ഡിമാൻഡുള്ള സാധനങ്ങൾ? പച്ചമാങ്ങര കുലുക്കി, അതായത് ഇപ്പോഴത്തെ ചൂടിന് പറ്റിയത് എന്ന് പറഞ്ഞാൽ ഷെയ്ക്കിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് ഈ കുലുക്കി പോലത്തെ സാധനം തന്നെയായിരിക്കും, ദാഹം മാറാനെല്ലാം. അപ്പോൾ അതന്നെയുള്ളത്, അതന്നെ ഏറ്റവും ട്രെൻഡായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ കടയിൽ ജോലി ചെയ്യുന്നതാണ്, സ്ഥിരമായിട്ട് ഇവിടുന്ന് കഴിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ടേസ്റ്റ് കൂടുതലാണ്, പിന്നെ ചൂട് കൂടുതലായതുകൊണ്ട് സ്ഥിരമായിട്ട് അവർ കസ്റ്റമറും കൂടുതലാണ്. മോശമില്ല. ദാഹമകറ്റാനായി കയ്യിൽ സൂക്ഷിച്ച ഈ ഒരു പാനീയം യാത്രക്കാർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് വരുമാനത്തോടൊപ്പം തന്നെ സായുജ്യമാണ് മനസ്സിന് ലഭിക്കുന്നത് എന്നാണ് അവരുടെ പക്ഷം. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. തെരുവുനായ ശല്യം രൂക്ഷമായി തുടരുന്നു. ചീമേനി വലിയപൊയിൽ ഭാഗങ്ങളിലാണ് ജീവന് ഭീഷണിയായി തെരുവുനായ ശല്യം വർദ്ധിച്ചിരിക്കുന്നത്. ജീവനു ഭീഷണിയായി തെരുവുനായ ശല്യം രൂക്ഷമാവുകയാണ്. ചീമേനി, കൊടക്കാട്, വലിയപൊയിൽ ഭാഗങ്ങളിലാണ് തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നത്. യാത്രക്കാരെ വകവയ്ക്കാതെയാണ് റോഡ് തെരുവുനായ്ക്കൾ കൈയടക്കിയിരിക്കുന്നത്. രാത്രിയാകുന്നതോടെ ഇവയുടെ ശല്യം രൂക്ഷമാകും. കുട്ടികളും വയോധികരുമാണ് നായ്ക്കളുടെ പരാക്രമങ്ങൾക്ക് കൂടുതൽ ഇരയാകുന്നത്. ഇരുചക്ര വാഹന യാത്രക്കാർക്ക് തെരുവുനായകൾ പിറകെ ഓടുന്നത് കാരണം നിരവധി അപകടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രഭാത സവാരിക്ക് പോകുന്നവർ, പത്രം വിൽപ്പനക്കാർ, ട്യൂഷൻ വിദ്യാർത്ഥികൾ എന്നിവരെല്ലാം തെരുവുനായ്ക്കളുടെ അക്രമം ഭയന്നാണ് സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ സർക്കാർ നായവന്ധീകരണത്തിന് വലിയ പ്രചാരണം നൽകിയിരുന്നുവെങ്കിലും തെരുവുനായ പ്രശ്നത്തിൽ ഇതുവരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. തെരുവുനായ്ക്കളെ കൊല്ലുന്നത് ശിക്ഷാർഹവുമാണ്. തെരുവുനായ് പ്രേമികളുടെ സ്നേഹവും അതിരുവിടുന്നതും ഒരു കാരണമാണ്. പ്രതിവർഷം തെരുവുനായ്ക്കളുടെ എണ്ണം 10 ഇരട്ടിയോളം വർദ്ധിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഇവയെ നിയന്ത്രിക്കുന്നതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്കാവും നാട് ചെന്നെത്തുക. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. വെള്ളരി കൃഷി ചെയ്തപ്പോൾ കിട്ടിയത് 3/4 മീറ്റർ വലിപ്പമുള്ള വെള്ളരിക്ക. ചെറുതാഴം സ്വദേശി 8ാം ക്ലാസ്സുകാരി ഐശ്വര്യ വീട്ടുവളപ്പിൽ നട്ട വെള്ളരി ചെടികളിൽ വിരിഞ്ഞ വെള്ളരിക്കാണ് 3/4 മീറ്റർ നീളം. വെള്ളരി കൃഷി ചെയ്തപ്പോൾ കിട്ടിയത് 3/4 മീറ്റർ വലുപ്പമുള്ള വെള്ളരിക്ക. ചെറുതാഴം സെന്റർ കല്ലംപള്ളി റോഡിൽ പടിഞ്ഞാറേപ്പുരയിൽ കമലാക്ഷിയുടെ മകൾ നിഷയുടെ വീട്ടുവളപ്പിൽ നട്ട വെള്ളരി ചെടികളിൽ വിരിഞ്ഞ വെള്ളരിക്കയ്ക്കാണ് 3/4 മീറ്റർ നീളം. അപൂർവകരവും വ്യത്യസ്തവുമായ ഈ വളർച്ച അത്ഭുതകരമായിട്ടാണ് നിരീക്ഷിക്കുന്നത്. കഴിഞ്ഞ അധ്യയന വർഷം കുഞ്ഞിമംഗലം സ്കൂളിൽ നിന്നും കരിമ്പം ഫാമിൽ സന്ദർശനത്തിനെത്തിയ നിഷയുടെ മകൾ 8ാം ക്ലാസ്സുകാരി ഐശ്വര്യ കൊണ്ടുവന്ന സൗഭാഗ്യ എന്ന ഇനം വെള്ളരി വിത്ത് കൃഷി ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ വിളവ് ലഭിച്ചത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന ജനറ്റിക്കൽ ഡിസോർഡർ മൂലമാണ് ഇത്തരം വലിപ്പ വ്യത്യാസമുള്ള കായ്കൾ ഉണ്ടാകുന്നത് എന്ന് ചെറുതാഴം കൃഷി ഓഫീസർ ജയരാജൻ നായർ പറഞ്ഞു. സൗഭാഗ്യ എന്ന ഒരു ഇനം വെള്ളരിയാണ് ഇവർ കൃഷി ചെയ്തത്. പക്ഷേ ചില അപൂർവ സാഹചര്യങ്ങളിൽ ഈ ജനിതക ഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിപ്പ വ്യത്യാസം വരുന്നത്. ഇത് ഇനം ഇന്നതായതുകൊണ്ട് എന്ന് മാത്രം പറയാൻ പറ്റില്ല. പക്ഷേ സാധാരണ രീതിയിൽ സൗഭാഗ്യ എന്ന വെള്ളരി എന്ന് പറയുന്നത് വളരെ ചെറിയതായിട്ട് വരേണ്ടതാണ്. പക്ഷേ ആ ഒരു ജനിതക വ്യത്യാസം, ഘടനയിലെ വ്യത്യാസം കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിപ്പ വ്യത്യാസം വന്നത്.
കോശങ്ങളിലെ ജനിതക ഘടനയിൽ മാറ്റങ്ങൾ വരുന്നതുവഴി ചിലപ്പോൾ വളർച്ചയിൽ ഇത്തരം വ്യത്യാസങ്ങൾ കണ്ടേക്കാം. മ്യൂട്ടേഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. 8 കിലോയ്ക്ക് മുകളിൽ വലുപ്പമുള്ള വെള്ളരിക്ക കിട്ടിയ സന്തോഷത്തിലാണ് ഈ കുടുംബം. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പയ്യന്നൂർ റോളർ സ്കേറ്റിംഗിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന അവധിക്കാല പരിശീലന ക്യാമ്പ് വിജയകരമായ 10ാം വർഷത്തിലേക്ക്. വിദ്യാർത്ഥികളിൽ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം വേഗതയും മികച്ച മെയ്വഴക്കവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. വിയർപ്പും വേഗതയും ചക്രങ്ങളുടെ താളവും ഒത്തുചേരുന്ന പയ്യന്നൂരിന്റെ പുലർക്കാലങ്ങൾ ഇനി സ്കേറ്റിംഗ് താരങ്ങൾക്കും സ്വന്തം. പയ്യന്നൂർ റോളർ സ്കേറ്റിംഗിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന അവധിക്കാല പരിശീലന ക്യാമ്പ് വിജയകരമായ 10ാം വർഷത്തിലേക്ക് കടന്നു. കണ്ണൂർ ജില്ലയിൽ കണ്ണൂരും പയ്യന്നൂരും കേന്ദ്രീകരിച്ച് മാത്രം നടക്കുന്ന ഈ സവിശേഷ പരിശീലനം കാണാനും പഠിക്കാനുമായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് അതിരാവിലെ പയ്യന്നൂരിലേക്ക് എത്തുന്നത്. വിദ്യാർത്ഥികളിൽ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വേഗതയും മികച്ച മെയ്വഴക്കവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകനും ഈ മേഖലയിൽ വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള C. രഘുമാസ്റ്ററുടെ നേതൃത്വത്തിലാണ് പരിശീലനം നടക്കുന്നത്. കായിക രംഗത്തെ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം കുട്ടികൾക്ക് വലിയ ആത്മവിശ്വാസമാണ് പകരുന്നത്. ശാരീരികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം കുട്ടികളുടെ ഏകാഗ്രതയും മാനസികോല്ലാസവും വർദ്ധിപ്പിക്കാൻ സ്കേറ്റിംഗ് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് രക്ഷിതാക്കൾ അഭിപ്രായപ്പെടുന്നു. ഓരോ ദിവസവും രാവിലെ 6 മണിക്ക് ആരംഭിച്ച് 8:30 വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. 10 വർഷമായി പയ്യന്നൂര് തുടങ്ങിയിട്ട്. അതായത് കണ്ണൂർ ജില്ലയിലെ ഒന്ന് കണ്ണൂരും ഒന്ന് പയ്യന്നൂരുമാണ് ഇപ്പോൾ റോളർ സ്കേറ്റിംഗ് പരിശീലനത്തിന് സൗകര്യമുള്ളത്. നല്ലൊരു സൗകര്യം ഇല്ലെങ്കിലും എല്ലാ സൗകര്യത്തിൽ വെച്ചിട്ട് നമ്മളിപ്പം ഒരു 10 വർഷത്തോളമായി കുട്ടികളിവിടെ പരിശീലനം നടത്തുന്നത്. പല സ്ഥലങ്ങളിലാണ് നടത്തുന്നത്. ചിന്മയ വിദ്യാലയത്തിലാണ് നേരത്തെ പ്രാക്ടീസ്. ഇപ്പോൾ റോഡ് മത്സരമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ ഹൈവേകൾ ഇവിടെ പ്രാക്ടീസ് നടത്തുകയാണ്. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ദേശീയ മത്സരത്തിന് പോയിട്ടുണ്ട്. ദേശീയ സ്കൂൾ സ്കേറ്റിംഗ് മത്സരത്തിനും അതുപോലെ അസോസിയേഷൻ്റെ മത്സരങ്ങൾക്കും ഫെഡറേഷൻ നടത്തുന്ന എല്ലാ മത്സരങ്ങൾക്കും സബ് ജൂനിയർ ജൂനിയർ കാറ്റഗറികളിൽ നമ്മുടെ പയ്യന്നൂർ റോളർ സ്കേറ്റിൽ നിന്ന് കുട്ടികൾ പരിശീലിച്ചുകൊണ്ട് ദേശീയ മത്സരത്തിന് പങ്കെടുത്തിട്ടുണ്ട്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി എടാട്ട് യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച വനിതാ പൂരക്കളി പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി. പരിശീലനം സിദ്ധിച്ച കലാകാരികളുടെ അരങ്ങേറ്റം കണ്ണങ്ങാട് വയലിൽ വെച്ച് നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി എടാട്ട് യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച വനിതാ പൂരക്കളി പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി. പരിശീലനം സിദ്ധിച്ച കലാകാരികളുടെ അരങ്ങേറ്റം കണ്ണങ്ങാട് വയലിൽ വെച്ച് നടന്നു. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം M. വിജിൻ MLA നിർവഹിച്ചു. പൂരക്കളി പരിശീലനം ആരംഭിച്ചിട്ട് ഞാൻ പലപ്പോഴും അതുവഴി പോകുമ്പോൾ അവിടെ ഇറങ്ങി ഇവരുടെ പരിശീലനം കാണാറുണ്ട്. കാരണം പൂരക്കളി നമുക്കെല്ലാം അറിയുന്ന പോലെ അത്ര എളുപ്പത്തിൽ പഠിച്ച് കളിക്കാൻ പറ്റിയ ഒന്നല്ല. ഒരുപാട് പ്രാക്ടീസും കഠിന പ്രയത്നവും നടത്തിയാൽ മാത്രമേ പൂരക്കളി അവതരിപ്പിക്കാൻ പറ്റൂ. ഒരു വർഷമായി സാധാരണ മറ്റേ തിരുവാതിരക്കളിയോ മറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1 മാസമോ 1.5 മാസം മാക്സിമം 2 മാസത്തിനുള്ളിൽ നമുക്ക് പഠിച്ച് അവതരിപ്പിക്കാൻ പറ്റും. പൂരക്കളി ഇവരെ പരിശീലിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷം പൂർത്തിയാവുകയാണ്. യുവശക്തി സെക്രട്ടറി സിജു മാങ്ങാടൻ സ്വാഗതം ആശംസിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയൻ അടുക്കാടൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് പൂരക്കളി പരിശീലകരെ ആദരിച്ചു. വജ്ര ജൂബിലി ഫെലോഷിപ്പ് കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ നിഖിൽ വി പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസീത P, പൂരക്കളി പരിശീലകൻ ആകർഷ് C, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ലസ്റ്റർ കൺവീനർ ശ്രീതു K, കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് സാജു M, വായനശാല പ്രസിഡന്റ് YV വിജയൻ മാസ്റ്റർ, TV ഷീന തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വിജയിച്ച കുട്ടികൾക്ക് മധുരവും ആശംസാ കാർഡുമായി കരിവെള്ളൂർ നോർത്ത് സ്കൂൾ അധ്യാപകർ. ഓരോ കുട്ടികളുടെയും വീടുകളിലെത്തി മധുരവും ആശംസാ കാർഡും നൽകിയത് വേറിട്ട അനുഭവമായി.
ഒരു കാലത്ത് മെയ് 2 രാവിലെ തിരക്കിട്ട് സ്കൂളുകളിലെത്തി നോട്ടീസ് ബോർഡിൽ വിജയിച്ച കുട്ടികളുടെ പേരുകളുടെ കൂട്ടത്തിൽ തന്റെ പേരുണ്ടോ എന്ന് നോക്കിയിരുന്ന കാലമൊക്കെ പഴയ തലമുറകളുടെ ഓർമ്മകളിൽ മാത്രമായി. പുതിയ കാലത്ത് പുതിയ വഴികളിൽ പുതിയ രൂപങ്ങളിൽ വിദ്യാലയങ്ങൾ കുട്ടികളിലേക്ക് എത്തുകയാണ്. വിജയിച്ച കുട്ടികൾക്ക് മധുരവും ആശംസാ കാർഡുകളുമായി കരിവള്ളൂർ നോർത്ത് സ്കൂളിലെ അധ്യാപകർ തങ്ങളുടെ വീട്ടിലെത്തിയത് കുട്ടികൾക്ക് വേറിട്ട അനുഭവമാവുകയായിരുന്നു. വിദ്യാലയങ്ങളിലെ ഓരോ വീടുകളിലും എത്തിയ അധ്യാപകർ മധുരവും ആശംസാ കാർഡുകളും കൈമാറി. ചടങ്ങിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ പി വിജയകുമാർ നിർവഹിച്ചു. റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. മുമ്പൊക്കെ ഞാനും ചന്ദ്രനൊക്കെ ഇവിടെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് സ്കൂളിലാണ് നമ്മുടെ റിസൾട്ടിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഇന്ന് ഇത്രയൊന്നുമല്ല, ഒരുപാട് കുട്ടികളുണ്ടാവും. ആ കുട്ടികളുടെ ലിസ്റ്റ് അന്ന് ഓൾ പാസ് അല്ല, അതിൽ തോൽക്കുന്നവരും ഉണ്ടാവും. പക്ഷേ എങ്കിലും പൂർണ്ണമായും ജയിക്കുന്നില്ല വിശ്വാസമില്ലവരടക്കം അന്ന് സ്കൂളിൽ വന്നിട്ട് നമ്മൾ ആ റിസൾട്ട് നോക്കുന്നത് ഒരു വല്ലാത്തൊരു അനുഭവമുള്ള കാര്യമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നിപ്പം ടീച്ചർ പറഞ്ഞ പോലെ 8ാം ക്ലാസ് വരെ ഓൾ പ്രൊമോഷൻ എങ്കിൽ പോലും ഇന്ന് കുട്ടികളും കുറവാണ്. എങ്കിൽ വീടുകളിൽ ഈ കുട്ടികളെ നേരിട്ടെത്തി ഇവർക്ക് അഭിനന്ദനം അറിയിക്കുക എന്നതാണ് ടീച്ചർ പറഞ്ഞതിൻ്റെ ഇതിൻ്റെ ലക്ഷ്യം. പി വി ചന്ദ്രൻ മാസ്റ്റർ, പ്രഥമാധ്യാപിക പ്രീത ടീച്ചർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കശുവണ്ടിയിലും തോറ്റ് കർഷകർ. സീസൺ വിളയായ കശുവണ്ടിയെ കാലാവസ്ഥാ വ്യതിയാനവും വന്യമൃഗശല്യവും ചെറുതായൊന്നുമല്ല ബാധിക്കുന്നത്. മെയ് മാസം തുടങ്ങുമ്പോൾ തന്നെ കശുവണ്ടി കാലം കടന്നുപോയി കഴിഞ്ഞു. സ്വന്തം പറമ്പുകളിൽ കൃഷി ചെയ്തും പാട്ടത്തിനെടുത്തതുമായ കശുമാവിൻ തോട്ടങ്ങളിൽ പരാജയപ്പെടുകയാണ് കർഷകർ. കാലാവസ്ഥാ വ്യതിയാനം കശുവണ്ടി കർഷകരെ ഒട്ടൊന്നുമല്ല ബാധിച്ചിരിക്കുന്നത്. സാധാരണ മഴ തുടങ്ങിയാലും കശുമാവിൻ തോട്ടങ്ങളിൽ കശുവണ്ടിയുടെ സമൃദ്ധി കാണുന്ന ഒരു കാലമുണ്ടായിരുന്നു. ജൂൺ 1 തന്നെ നാട്ടുകാർ തോട്ടം കൈയടക്കി കശുവണ്ടി പെറുക്കി വിറ്റ് നല്ലൊരു തുക സമ്പാദിച്ച കാലം വലിയ ദൂരത്തൊന്നുമല്ല. എന്നാൽ ഇന്ന് മെയ് മാസം തുടങ്ങുന്നതിന് മുൻപ് തന്നെ കശുമാവിൻ തോട്ടങ്ങളിൽ നിന്ന് കശുവണ്ടി അപ്രത്യക്ഷമായി കഴിഞ്ഞു. വലിയ തുക കൊടുത്ത് പാട്ടത്തിനെടുത്തവരുടെ കാര്യം വലിയ കഷ്ടം തന്നെയാണ്. സ്വന്തമായി കശുമാവിൻ തോട്ടമുള്ളവർ ഇത് വെട്ടിമാറ്റി മറ്റെന്തെങ്കിലും കൃഷി ചെയ്താലോ എന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ഉത്തര മലബാറിലെ പ്രമുഖമായ ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം മെയ് 5 മുതൽ 15 വരെ നടക്കും. കളിയാട്ടത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10 ദിവസം നീളുന്ന മഹോത്സവത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. ഉത്സവ നാളുകളിൽ രാത്രിയും പകലും അന്നദാനം നടക്കും. മെയ് 3 വൈകുന്നേരം കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. ആരോഗ്യ പരിപാലനത്തിനായി ആരോഗ്യവകുപ്പിന്റെ സഹായത്തോടെ 24 മണിക്കൂറും സേവനം ലഭിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് ക്ഷേത്ര പരിസരത്തുണ്ട്. ശുദ്ധീകരിച്ച കുടിവെള്ള വിതരണത്തിനും പ്രത്യേക കൗണ്ടർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്സവ നാളുകളിൽ ഗതാഗത സൗകര്യം ഉറപ്പാക്കുന്നതിനായി പയ്യന്നൂർ, കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോകളിൽ നിന്നും അധിക സർവീസുകൾ ഉണ്ടാകും. ഗതാഗത നിയന്ത്രണത്തിന് പ്രത്യേക സംവിധാനം ടൗണിലും പരിസരങ്ങളിലുമുണ്ട്. ക്രമസമാധാന പാലനത്തിന് മുഴുവൻ സമയ പോലീസ് സേവനവുമുണ്ട്. സുരക്ഷാ ക്രമീകരണത്തിനായി ടീം എമർജൻസി കേരളയുടെ റെസ്ക്യൂ ഫോഴ്സും സന്നദ്ധ സേവനത്തിനുണ്ട്. മെയ് 5 രാത്രി 8 മണിക്ക് വിഷ്ണുമൂർത്തിയുടെയും രക്തചാമുണ്ടിയുടെയും തോറ്റങ്ങൾ. മെയ് 6 രാവിലെ 9 മണിക്ക് രക്തചാമുണ്ടിയും വിഷ്ണുമൂർത്തിയും അരങ്ങിലെത്തി ഭക്തർക്ക് ദർശനം നൽകും. മെയ് 15 കളിയാട്ട മഹോത്സവത്തിന്റെ സമാപനത്തിൽ രാവിലെ 9 മണിക്ക് രക്തചാമുണ്ടിയും ഉച്ചയ്ക്ക് 1 മണിക്ക് നാട്ടുപരദേവതയായ വിഷ്ണുമൂർത്തിയും ഭക്തർക്ക് ദർശന സായുജ്യം നൽകും. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തലക്ഷങ്ങൾക്ക് സുഗമമായ ദർശനം സാധ്യമാക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് കൊടക്കാടൻ ബാലകൃഷ്ണൻ, KT ഗണേശൻ, കുത്തൂർ സുരേന്ദ്രൻ, KE വിനോദ് ചന്ദ്രൻ, കുണ്ടാക്കുടിയൻ ശ്രീധരൻ, കൊടക്കാടൻ സുരേന്ദ്രൻ, PK കുമാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന വായനക്കളരിക്ക് കരിവെള്ളൂർ പാലക്കുന്നിൽ തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന വായനക്കളരിക്ക് പാലക്കുന്ന് പാഠശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ തുടക്കമായി. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ നിർവഹിച്ചു. പലപ്പോഴും നമുക്കതിൽ വലിയ പുതുമയൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരണമെന്നില്ല. പക്ഷെ പുതിയ കാലത്തെ മാറ്റങ്ങളുടെ ഒരു പ്രത്യേകത കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വായനക്ക് വലിയൊരു അർത്ഥതലമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാധാരണ കുട്ടികളോട് വായിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ അതിന് പല ഉത്തരവുണ്ടാകും. ജയിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പരീക്ഷ പാസ്സാവാൻ വേണ്ടിയിട്ടാണ്.
വായനശാല ഗ്രന്ഥാലയം ഹാളിൽ നടന്ന പരിപാടിയിൽ വാർഡ് മെമ്പർ വി പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. ക്രിയേറ്റീവ് ഡ്രാമ എന്ന വിഷയത്തിൽ ഹർഷ രാഹുൽ ക്ലാസ് എടുത്തു. ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി, കൂക്കാനം റഹ്മാൻ, NV വിനോദ്, KP മുരളീധരൻ, രമേശൻ നരിക്കോട് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വെള്ളൂർ ജവഹർ വായനശാല ആൻഡ് ലൈബ്രറി ബാലവേദിയുടെ അറിവുത്സവമായ രാക്കിളിക്കൂട്ടം വിനോദവും വിജ്ഞാനവും പകർന്ന് മുന്നേറുന്നു. ഓരോ ദിവസവും പല സെഷനുകളിലായി നിരവധി പ്രഗത്ഭരാണ് ക്ലാസുകൾ എടുക്കുന്നത്. നിങ്ങൾക്ക് സ്കൂളിന്റെ സ്റ്റെപ്പ് അറിയാം, നിങ്ങളുടെ സ്കൂളിന്റെ കഞ്ഞിപ്പുര ഏതാണെന്നറിയാം, നിങ്ങളുടെ സ്കൂളിലെ പുറത്തേക്കുള്ള വഴി ഏതാണെന്നറിയാം, ഓടി എവിടെ ഗ്രൗണ്ട് എന്നറിയാം. പക്ഷേ നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരു ബിൽഡിങ്ങിനകത്താണ് നിങ്ങൾ. ഞാനൊന്ന് സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇങ്ങനെ ആ തീ പിടിച്ച് പുക നിറഞ്ഞ സ്ഥലത്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു ലിഫ്റ്റ് കണ്ടു. ആ ലിഫ്റ്റ് തുറന്നു വെച്ചിട്ടുണ്ട്. ആ ലിഫ്റ്റ് നിങ്ങൾ ഉപയോഗിക്കോ ഇല്ലയോ? ലിഫ്റ്റ് ഉപയോഗിക്കും എന്ന് പറയുന്ന ആൾക്കാർ കൈവയ്ക്കാൻ, ഞാൻ ഉപയോഗിക്കും ലിഫ്റ്റ് എന്ന് പറയുന്ന ആൾ കൈവയ്ക്കാൻ. വെള്ളൂർ ജവഹർ വായനശാല ആൻഡ് ലൈബ്രറി ബാലവേദിയുടെ അറിവുത്സവം രാക്കിളിക്കൂട്ടം വിനോദവും വിജ്ഞാനവും പകർന്ന് മുന്നേറുന്നു. ഓരോ ദിവസവും പല സെക്ഷനുകളിലായി നിരവധി പ്രഗത്ഭരാണ് ക്ലാസുകൾ എടുക്കുന്നത്. ഏപ്രിൽ 29 മുതൽ മെയ് 3 വരെയാണ് അറിവുത്സവം നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് പയ്യന്നൂർ ഫയർഫോഴ്സ് ടീമിന്റെ കരുതലിന്റെ ചിറകുകൾ പരിപാടി നടന്നു. മെയ് 3-ന് 5 ദിവസം നീണ്ടുനിന്ന 28ാമത് രാക്കിളിക്കൂട്ടം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. എരമം നോർത്ത് അങ്കണവാടി വാർഷികാഘോഷവും വിരമിക്കുന്ന അങ്കണവാടി ടീച്ചർ CK ഓമനയ്ക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും എരമം നോർത്തിൽ വെച്ച് നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്തു. അംഗൻവാടികളിൽ നിന്ന് വലിയ പ്രാധാന്യം നമ്മുടെ നാട്ടിലെത്തുന്നുണ്ട്. കേവലം കുട്ടികളെത്തുന്ന 3 വയസ്സ് കഴിഞ്ഞ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വിദ്യാഭ്യാസവും അവർക്ക് ആരോഗ്യ സംരക്ഷണവും ഒക്കെ നൽകുന്ന ഒരു കേന്ദ്രം മാത്രമല്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അമ്മമാർക്കും അതുപോലെ ഗർഭിണികൾക്കും അതുപോലെ തന്നെ കന്യകുമാർക്കും ഒക്കെയുള്ള വിവിധ തരത്തിലുള്ള സേവനങ്ങൾ നൽകുന്ന ഒരു കേന്ദ്രമാണ്. സംഘാടക സമിതി ചെയർമാൻ CP അജയൻ അധ്യക്ഷത വഹിച്ചു. MN നാരായണി റിപ്പോർട്ട് അവതരിപ്പിച്ചു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീത കെ മുഖ്യ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം AV ലേജു, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫാത്തിമ ബിവി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ഗോപിനാഥൻ, ICDS സൂപ്പർവൈസർ വിഭ P, KP രമേശൻ, CK ശശി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അംഗൻവാടി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പിലിക്കോട് കാലിക്കടവ് കരക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 4 നാൾ നീളുന്ന കളിയാട്ട മഹോത്സവത്തിന് മെയ് 5-ന് തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 4-ന് രാവിലെ മാടായിക്കാവിലേക്ക് തൊഴുതുവരവിനായി പുറപ്പെടും. വൈകുന്നേരം കരിവെള്ളൂർ പാലക്കുന്നിൽ നിന്ന് സംഘത്തെ എതിരേൽക്കും. മെയ് 5-ന് രാവിലെ ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയും എഴുന്നള്ളിക്കും. തുടർന്ന് പിലിക്കോട് രേരമംഗലത്ത് നിന്ന് കലവറ നിറക്കൽ ഘോഷയാത്ര. വൈകുന്നേരം 4-ന് തിടങ്ങൽ, 5 മണിക്ക് കരിക്കീൽ ഭഗവതിയുടെ ഉച്ചത്തോറ്റവും എഴുന്നള്ളത്തും. മെയ് 6, 7 ദിവസങ്ങളിൽ വിവിധ തെയ്യക്കോലങ്ങൾ, തോറ്റങ്ങൾ, വെള്ളാട്ടം എന്നിവ നടക്കും. മെയ് 8-ന് പുലർച്ചെ മുതൽ വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തും. ഉച്ചയ്ക്ക് 12 മണിക്ക് കരക്കീൽ ഭഗവതിയുടെ തിരുമുടിയേറ്റം. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. സാംസ്കാരിക സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. M രാജഗോപാലൻ MLA ആദരിക്കൽ ചടങ്ങ് നിർവഹിക്കും. മഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസങ്ങളിലും അന്നദാനമുണ്ടാകും. ക്ഷേത്രത്തിന് കീഴിലുള്ള 4 ഊരുകളിലായി 1200 വീടുകളിൽ നാട്ടെഴുന്നള്ളത്ത് പൂർത്തിയായി. വാർത്താ സമ്മേളനത്തിൽ M കൃഷ്ണൻ, M വിനോദ് കുമാർ, KV വിജയൻ തുടങ്ങി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.